പിന്നെ ഈ സിനിമയിൽ ശക്തമായിട്ടുള്ള വിമർശനമുണ്ട് കേട്ടോ. അതായത് ഈ തമാശകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കൊള്ളയുടെ സ്ഥലത്ത് നിന്ന് കൃത്യമായിട്ട് കൊള്ളിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ പറയുന്നതല്ല, പക്ഷെ എന്നാലും ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി ഒക്കെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പിലെ ബന്ധുക്കളാണെങ്കിലും അതുപോലെ തന്നെ ഈ നെയ്ബേഴ്സ് ആണെങ്കിലും അവരുടെ ഉള്ളിൽ ടോക്സിസിറ്റി എന്ന് പറയുന്ന കാര്യത്തെ കൃത്യമായിട്ട് ഡയറക്ടർ കാണിച്ചു തരുന്നുണ്ട്. അതിങ്ങനെ ടോക്സിസിറ്റി കാണിക്കാൻ പോകുകയാണെന്നിട്ട് കാണിക്കുന്നതല്ല, തമാശയിലൂടെ എല്ലാ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ നമ്മുടെ മുടിയനില്ലേ, ഈ കോമഡി മറ്റേ യൂട്യൂബില് സീരീസിലൊക്കെ അഭിനയിക്കുന്ന മുടിയനില്ലേ, ഇപ്പോഴാണ് മുടിയനും മുറിച്ചിട്ടുണ്ട്, ആർട്ടിസ്റ്റിന്റെ പേരറിയില്ല. മുടിയന്റെ ഒരു ഫ്രണ്ടും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രം ബേസ്ഡായിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. ആ സ്ലാങ് ആണെങ്കിലും പിന്നെ അവരുടെ കൊളോക്കിയൽ ആയിട്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. നോബി അസീസ് ആ ഒരു കോമ്പിനേഷൻ സൂപ്പർ ആയിരുന്നു. പിന്നെ ബൈജുവിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അയാൾ ഒറ്റയ്ക്ക് തന്നെ തകർത്തോളും, ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരൊരു റിലേറ്റീവ് ആയിട്ട് ഒരു വയസ്സിനെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും മറ്റിങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു മാമൻ, അയാളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ ആർട്ടിസ്റ്റുകൾ, ഇപ്പോ ജോമോന്റെ കേസ് ആണെങ്കിലും സിജു സണ്ണി ആണെങ്കിലും, സിജു സണ്ണിയുടെ ഒരു അന്യായമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അതായത് നമുക്ക് ദേഷ്യം വരും ക്യാരക്ടറിനോട്, പക്ഷെ അയാൾ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, പക്ഷെ അതൊക്കെ ദേഷ്യം തോന്നും. പിന്നെ സിജുവും അനശ്വരയുടെയും ഒരു സോങ് വരുന്നുണ്ട് കേട്ടോ, മരണ വീട്ടിൽ. അത് ആദ്യം യൂട്യൂബിൽ ആ പാട്ട് മാത്രം ഇട്ട സമയത്ത്, സാമ്പ്രാണി തിരിയോ അങ്ങനെ എന്താണ് പാട്ടിന്റെ പേര്, അത് വന്ന സമയത്ത് എനിക്കത് ഭയങ്കര ബോറായിട്ടാണ് തോന്നി, ഒരു ക്രിഞ്ച് പോലെ ഫീൽ ചെയ്തു. പക്ഷെ സിനിമയിൽ ആ പാട്ട് കറക്റ്റ് ആയിരുന്നു കേട്ടോ. സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അത് നമുക്ക് അത്ര ബോറായി തോന്നൂല. പിന്നെ ഇവരുടെ വീടിന്റെ അപ്പുറത്ത് ഇങ്ങനെ ബാൻഡ് വെച്ചുകൊണ്ടിരിക്കുന്ന കുറെ ചെക്കന്മാരുണ്ട്, പിള്ളേർ, അവരൊക്കെ നല്ല ഗംഭീരമായിരുന്നു, നല്ല ബീറ്റ് ആയിരുന്നു അത്. ചില സിറ്റുവേഷനിലും വരുന്ന സമയത്ത് ഈ ബീറ്റ് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ ബാൻഡ് സെറ്റ് ഇല്ലേ, അതിന്റെ പ്രാക്ടീസ് ആണ് നടക്കുന്നത്. പക്ഷെ അത് ശരിക്കും ചില സീൻ വരുന്ന സമയത്ത് കൊള്ളാം, ആ ബാൻഡ് സെറ്റിന്റെ ടോണും ഈ സീക്വൻസും തമ്മിൽ നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ പടത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് അങ്കിത് മേനോനാണ്, നല്ല മ്യൂസിക് വർക്കായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും, എഡിറ്റർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 മണിക്കൂറിൽ താഴെയായിട്ട് വന്നത്. ഒന്ന് ലെങ്തി ആക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ പടം ഒരു സീരിയൽ ടൈപ്പ് ആയിട്ട് മാറിപ്പോകും. പക്ഷെ അങ്ങനൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് വെട്ടിയിട്ടുണ്ട്, സൂപ്പർ ആയിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫർ ആ ഒരു വില്ലേജിന്റെ അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഈ ക്യാമറയുടെ ഗിമ്മിക്കൊന്നും ഇല്ലാതെ തന്നെ എന്താണ് സിറ്റുവേഷൻ അതിന് നല്ല രീതിയിൽ നമുക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറക്റ്റ് ചെയ്യണം തോന്നിയത് അനശ്വരയുടെ പെർഫോമൻസ് ആയിരുന്നു, ബാക്കിയെല്ലാം സൂപ്പർ ആണ്. വാഴയെല്ലാം ഡയറക്ട് ചെയ്ത അതേ ടീം തന്നെയാണ് കേട്ടോ ഈ പ്ലോൺ ചെയ്തിട്ടുള്ളത്. സോ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ചിരിച്ച് പണ്ടാട്ടടങ്ങുക, നല്ല സെറ്റർ ആണ്, കണ്ടുനോക്കുക. രസന സമയത്ത് ബന്ധുമിത്രാദികൾ OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. കാരണം OTT വരുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു ഈ പടം തിയേറ്ററിൽ പോയിട്ട് കാണാമായിരുന്നു എന്ന്. പക്ഷെ അതിനേക്കാളും നല്ലത് ഇപ്പൊ തന്നെ തിയേറ്ററിൽ പോവുക, കാണാം, കിട്ടുന്നതാണ്, ചിരിച്ച് രസമാണ്. പക്ഷെ എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഈ പടം റിലീസ് ചെയ്ത സമയം കുറച്ച് മാറിപ്പോയി. ഇതൊരു പക്ഷേ ഒരു ഏപ്രിലോ മെയിലോ മറ്റോ റിലീസ് ചെയ്ത് കിട്ടല്ലോ, ഇത് തിയേറ്ററിൽ അടിച്ച് തൂഫാനൊക്കെയാണ്. ഇത് ജൂൺ, ഇപ്പൊ ഒരു മഴ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ബാക്കി